ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു കോർപ്പറേറ്റ് റെഗുലേഷൻസ്. 54-ാമത്തെ സെഷനാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡയറക്ടേഴ്സിൻ്റെ റെമ്യൂണറേഷനെ കുറിച്ചുള്ള ഡിസ്കഷൻ സ്റ്റാർട്ട് ചെയ്തിരുന്നു. അതിൻ്റെ കണ്ടിന്യൂഷനാണ് ഇപ്പോഴും വരുന്നത്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടേഴ്സിൻ്റെ പേയ്മെൻ്റ് ആണ്. അതായത് ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടേഴ്സിന് ബോർഡ് അല്ലെങ്കിൽ കമ്മിറ്റി മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്നതിനുള്ള ഫീസും അതുപോലെ തന്നെ മറ്റുള്ള ബോർഡ് ഡിസൈഡ് ചെയ്യുന്ന കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഫീസും കിട്ടാനുള്ള അർഹതയുണ്ട്. പിന്നെ ഈ പറയുന്ന പോലെ എന്തെങ്കിലും ബോർഡിൻ്റെ ആവശ്യങ്ങൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ മീറ്റിങ്ങിന് വേണ്ടിയിട്ട് എന്തെങ്കിലും എക്സ്പെൻസസ് വന്നിട്ടുണ്ടെങ്കിൽ അത് റീഇംബേഴ്സ്മെൻറ്റിനുള്ള ഒരു അവകാശവും നമ്മുടെ ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടേഴ്സിനുണ്ട്. പിന്നെ ഈ പറയുന്ന പോലെ പ്രോഫിറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കമ്മീഷൻസ് അത് നമ്മളുടെ ബോർഡ് മെമ്പേഴ്സ് തീരുമാനിക്കുന്നത് പോലെ കിട്ടാനുള്ള അർഹത നമ്മുടെ ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടേഴ്സിനുണ്ട്. ഓക്കെ, അതേസമയം നമ്മുടെ സ്റ്റോക്ക് ഓപ്ഷൻ ഒരിക്കലും ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടേഴ്സിന് ഉണ്ടാവില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മളുടെ ഈ പറയുന്ന ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടേഴ്സിന് അവർക്ക് ഉദ്ദേശിക്കുന്ന റെമ്യൂണറേഷൻ അല്ലെങ്കിൽ പേയ്മെൻറ്റ് അത് ആ രീതിയിൽ തന്നെയായിരിക്കണം അവർക്ക് കിട്ടേണ്ടത്. അത് അല്ലാതെ അവർ ഡയറക്റ്റ്ലി അല്ലെങ്കിൽ ഇൻഡയറക്റ്റ്ലി അവർക്ക് കിട്ടേണ്ടതായിട്ടുള്ള ആ ഒരു പേയ്മെൻറ്റിലും എക്സസ് ആയിട്ടുള്ള എമൗണ്ട് അവർക്ക് കിട്ടുവാണെങ്കിൽ അത് തീർച്ചയായിട്ടും നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ സാങ്ഷൻ അവർക്ക് ഉണ്ടായിരിക്കണം. അല്ലാത്ത പക്ഷം അവർ ആ എക്സസ് എമൗണ്ട് അവരുടെ റെമ്യൂണറേഷനിൽ അവർക്ക് കിട്ടിയിട്ടുള്ള എക്സസ് എമൗണ്ട് അവർ തിരിച്ച് കമ്പനിയിലേക്ക് റിഫണ്ട് ചെയ്യണം, അല്ലെങ്കിൽ കമ്പനിയുടെ പേരിൽ അത് ഹോൾഡ് ചെയ്യണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒരിക്കലും നമ്മളുടെ ആ ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടേഴ്സിന് എക്സസ് ആയിട്ട് കിട്ടുന്ന എമൗണ്ട് നമ്മളുടെ സെൻട്രൽ ഗവൺമെൻറ് വേവ് ഓഫ് ചെയ്യാൻ പറഞ്ഞാൽ മാത്രമേ അത് വേവ് ഓഫ് ചെയ്യുള്ളൂ. അല്ലാത്ത പക്ഷം അത് തിരിച്ച് റീഫണ്ടബിൾ ചെയ്യേണ്ടതാണ്. ഓക്കെ, പിന്നെ നമ്മൾ ഈ സാധാരണ ഡയറക്ടേഴ്സിന് നമ്മൾ കമ്പനിയിൽ അവർ ഈ ബോർഡ് മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്നതിന് അല്ലെങ്കിൽ ബോർഡ് മീറ്റിങ്ങിൽ അല്ലെങ്കിൽ ബോർഡ് തയ്യാറാക്കുന്ന കമ്മിറ്റീസിൽ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്നതിനൊക്കെ നമ്മൾ ഫീസ് സിറ്റിംഗ് ഫീസ് നമ്മൾ കൊടുക്കുന്നുണ്ട്. അത് മിക്കവാറും നമുക്ക് ഈ 1,00,000 റുപ്പീസാണ് പെർ മീറ്റിംഗ് എന്നുള്ള രീതിയിലാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതേ സിറ്റിംഗ് ഫീസ് തന്നെ നമ്മളുടെ ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടേഴ്സ് അല്ലെങ്കിൽ വുമൺ ഡയറക്ടേഴ്സിന് നമ്മൾ കൊടുക്കുന്നുണ്ട്. അതൊരിക്കലും സാധാരണ ഡയറക്ടേഴ്സിന് കൊടുക്കുന്ന സിറ്റിംഗ് ഫീസിൽ കുറവാവാനായിട്ട് പാടില്ല. ഇനി പറയുന്നൊരു കാര്യം ഇതാണ്, ഇപ്പോൾ ഏതെങ്കിലും ഒരു ഡയറക്ടർ, ഇപ്പം നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ പറയുന്ന ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടേഴ്സിനെ കുറിച്ചിട്ടാണല്ലോ. അപ്പം ഈ പറയുന്ന ഡയറക്ടേഴ്സ് അവർ കിട്ടുന്ന റെമ്യൂണറേഷനിൽ എക്സസ് ആയിട്ടുള്ള റെമ്യൂണറേഷൻ ഈടാക്കുകയും അതനുസരിച്ചുള്ള മാൽ പ്രാക്ടീസസ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ ഫോം ചെയ്യുകയും ചെയ്തു ഇരിക്കട്ടെ. അത് പിന്നീട് കമ്പനിക്ക് മനസ്സിലാവുകയാണെങ്കിൽ അപ്പം ഈ പറയുന്ന ഡയറക്ടേഴ്സ് ഇപ്പം നിലവിലില്ല, മുമ്പുണ്ടായിരുന്നതാണെങ്കിൽ തന്നെയും കമ്പനി എന്ത് ചെയ്യുന്നു, ആ ഫ്രോഡുലൻ്റ് ആക്ടിവിറ്റി ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിലുള്ളത് കണ്ട് മനസ്സിലാക്കി ഇപ്പോൾ ഉള്ള ഡയറക്ടർ ആയാലും ഇനി ഇതിന് മുമ്പുണ്ടായിരുന്ന ഡയറക്ടർ ഇപ്പോൾ ഇല്ലെങ്കിലും ആ ഡയറക്ടർ അടുത്തുനിന്ന് ആ എക്സസ് ആയിട്ടുള്ള റെമ്യൂണറേഷൻ ഈടാക്കുന്നതായിരിക്കും. ഓക്കെ, ഇനി മാനേജൽ പേഴ്സൺസ് രണ്ട് കമ്പനിയിൽ ഒരേപോലെ മാനേജൽ പേഴ്സണിൽ നിൽക്കുന്ന ഒരു പേഴ്സൺ ആണെങ്കിൽ ആളുടെ റെമ്യൂണറേഷൻ എന്ന് പറയുന്നത് ഈ പറയുന്ന ഹയർ മാക്സിമം ലിമിറ്റ് ടോട്ടൽ റെമ്യൂണറേഷൻ, രണ്ട് കമ്പനിയിൽ നിന്നും കിട്ടുന്ന ടോട്ടൽ റെമ്യൂണറേഷൻ ഹയർ മാക്സിമം ലിമിറ്റിൽ കൂടാൻ പാടില്ല. അത് ഏത് കമ്പനിയിലാണോ ആൾ മാനേജൽ പേഴ്സണായിട്ട് കൂടുതൽ മാനേജൽ പേഴ്സണായിട്ട് ഏത് കമ്പനിയാണ് നിൽക്കുന്നത് ആ കമ്പനി പറയുന്ന ഹയർ മാക്സിമം ലിമിറ്റ് വിട്ട് പോകാൻ പാടില്ല. ഇനി നമ്മൾ ഈ പറയുന്ന കമ്പനി എന്തെങ്കിലും ലോസിൽ ഏർപ്പെടുന്ന സമയത്ത് ആ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന മാനേജിങ് ഡയറക്ടർ അല്ലെങ്കിൽ ഹോൾ ടൈം ഡയറക്ടർ അല്ലെങ്കിൽ മാനേജേഴ്സ് അവർക്ക് കമ്പനി എന്ത് ചെയ്യുന്നു, എന്തെങ്കിലും ആ ഒരു ലോസ് ഓഫ് ഓഫീസിൻ്റെ കാരണം കൊണ്ടുള്ള കോമ്പൻസേഷനോ അല്ലെങ്കിൽ ഒരു റിട്ടയർമെൻറ്റിൻ്റെ കൺസിഡറേഷനോ കൊടുക്കുന്നുണ്ടാവും. അത് അവർക്ക് മാത്രമേ കൊടുക്കുന്നുണ്ടാവുള്ളൂ, അല്ലാതെയുള്ള ഡയറക്ടേഴ്സിന് കൊടുക്കുന്നില്ല. അതുപോലെ ഈ ഡയറക്ടേഴ്സിന് നമ്മൾ താഴെ പറയുന്ന കാര്യങ്ങൾക്ക് പേയ്മെൻറ്റ് കൊടുക്കുന്നില്ല. അതായത് ഇപ്പോൾ ഡയറക്ടർ റിസൈൻ ചെയ്തു, കമ്പനി റീകൺസ്ട്രക്റ്റ് ചെയ്യാണ്, ഇല്ലെങ്കിൽ വേറെ റീകൺസ്ട്രക്റ്റ് ചെയ്യാണ്, ഇല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കമ്പനിയായിട്ട് അമാൽഗമേറ്റ് ചെയ്തിട്ട് പുതിയ ബോർഡ് ഓഫ് മെമ്പേഴ്സൊക്കെ ഫോം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ സമയത്ത് നമ്മൾ ഈ ഡയറക്ടേഴ്സിന് എന്ത് ചെയ്യുന്നില്ല, പേയ്മെൻറ്റ്സ് ഒന്നും കൊടുക്കുന്നില്ല. പിന്നെ അതുപോലെ തന്നെ ഈ ഡയറക്ടർ റിസൈൻ ചെയ്തിട്ട് അമാൽഗമേഷൻ്റെ ഭാഗമായിട്ട് അയാൾ വേറൊരു സ്ഥാനത്തേക്ക് മാറുകയാണെങ്കിലും നമ്മൾ നിലവിലുള്ള സ്ഥാനത്തിന് റെമ്യൂണറേഷൻ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല.
പിന്നെ ഈ പറയുന്ന ഓഫീസ് ഡയറക്ടർ വെക്കേറ്റ് ചെയ്തു എന്നുണ്ടെങ്കിൽ ആ സമയത്ത് നമ്മൾ ഡയറക്ടർക്ക് പേയ്മെൻ്റ് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി ട്രൈബ്യൂണൽസ് പറഞ്ഞിട്ട് വോളണ്ടറിലി നമ്മുടെ കമ്പനി വൈൻഡപ്പ് ചെയ്യാവുന്ന സമയത്തും ഡയറക്ടർക്ക് പേയ്മെൻ്റ് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി ഡയറക്ടർ എന്തെങ്കിലും ഫ്രോഡ് ആക്ട് എന്തെങ്കിലും ട്രസ്റ്റിൻ്റെ ബ്രീച്ചൊക്കെ കാണിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു കാരണം കൊണ്ട് നമുക്ക് ഡയറക്ടർക്ക് യാതൊരു പേയ്മെൻറ്റും കൊടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഡയറക്ടർ എന്തെങ്കിലും തെറ്റായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു എന്നുള്ളത് കണ്ടുകെട്ടി അയാൾ അവിടെ നിന്ന് ഓഫീസിൽ നിന്ന് ടെർമിനേറ്റ് ചെയ്യുകയാണെങ്കിലും അയാൾക്കൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ ഒരു സാഹചര്യങ്ങളിലാണ് ഡയറക്ടർക്ക് നമ്മൾ യാതൊരു പേയ്മെൻറ്റും കൊടുക്കാതെ ഇരിക്കുന്നൊരവസ്ഥ. ഇതിന് മുമ്പ് നമ്മളൊരു കാര്യം പറഞ്ഞിരുന്നു, നമ്മുടെ ഓഫീസ് എന്തെങ്കിലും കാരണവശാൽ നമ്മൾ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഹോൾ ടൈം ഡയറക്ടേഴ്സിന്, മാനേജിങ് ഡയറക്ടേഴ്സിന്, മാനേജേഴ്സിനൊക്കെ കോമ്പൻസേഷൻ കൊടുക്കുന്നു എന്ന് പറഞ്ഞു. ആ കോമ്പൻസേഷൻ എങ്ങനെയാണ് നമ്മൾ കൊടുക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം അവർ ആ ഒരു സ്ഥാനത്ത് അതായത് ഇപ്പോൾ ആ കമ്പനിയിൽ അവരിപ്പോൾ നിലവിൽ ആ സ്ഥാനത്തുണ്ട്. അപ്പം മിക്കവാറും ഒരു 3 വർഷമൊക്കെയാണ് ഒരു സ്ഥാനത്തിലേക്ക് അവർക്ക് നിൽക്കാനായിട്ട് പറ്റുക. അപ്പോൾ ആ 3 വർഷത്തേക്ക് ഇനി എത്ര കാലയളവുണ്ടോ ആ കാലയളവിൽ അവർക്ക് വരുന്ന റെമ്യൂണറേഷൻ്റെ ഒരു ആവറേജാണ് അവർക്ക് കോമ്പൻസേഷനായിട്ട് കൊടുക്കുന്നത്. ആ രീതിയിലാണ്. അപ്പം ആ ലെസർ പീരീഡ്, അതായത് അവർക്ക് 3 കൊല്ലം തേക്കാൻ ഇനി ബാക്കി എത്ര സമയമുണ്ട്, എത്ര പീരീഡ് ഉണ്ട്, ആ പീരീഡിൽ വരുന്ന റെമ്യൂണറേഷൻ്റെ ആവറേജ്. ഓക്കെ, ആ രീതിയിലാണ് കൊടുക്കുക. പിന്നെ സപ്പോസ് ഇപ്പോൾ നമ്മൾ കമ്പനി വൈൻഡപ്പ് ചെയ്യുന്ന സമയത്ത് ഡയറക്ടേഴ്സിന് യാതൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ലെന്നാണ് കമ്പനി ആക്ട് പറയുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ കമ്പനി വൈൻഡപ്പ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ കമ്പനിയുടെ അസറ്റ്സ് അതിനെ നമ്മൾ അതിൻ്റെ വില കണക്കാക്കുകയാണ്. അപ്പോൾ അസറ്റ്സിൽ നിന്നുമാണ് നമ്മൾ പിന്നീട് ഷെയർ ഹോൾഡേഴ്സിന് അവരുടെ റീപേയ്മെൻറ്റ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ഈ അസറ്റ്സിൻ്റെ വാല്യൂ നോക്കുമ്പോൾ ഇപ്പോൾ ഡയറക്ടേഴ്സിന് എന്തെങ്കിലും പേയ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നീടുള്ള ബാക്കിയുള്ള എമൗണ്ട് നമ്മുടെ ഷെയർ ഹോൾഡേഴ്സിന് പേ ചെയ്യാൻ തികയാതെ ഇരിക്കുകയാണെന്ന് കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഡയറക്ടേഴ്സിന് യാതൊരു പേയ്മെൻറ്റും കൊടുക്കില്ല. അവിടെ പ്രയോറിറ്റി ഷെയർ ഹോൾഡേഴ്സിനാണ് വരുന്നത്. അപ്പോൾ നമ്മൾ വൈൻഡിങ് അപ്പ് സമയത്ത് ഡയറക്ടേഴ്സിനുള്ള പേയ്മെൻറ്റ് കൊടുക്കാത്ത കാര്യമാണ് പറഞ്ഞത്. പക്ഷേ ഇതൊന്നും നമ്മളുടെ മാനേജിങ് ഡയറക്ടേഴ്സിനോ ഹോൾ ടൈം ഡയറക്ടേഴ്സിനോ മാനേജേഴ്സിനോ ബാധകമല്ല കേട്ടോ. അപ്പോൾ എത്രയാണ് നമുക്ക് പേയ്മെൻറ്റിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി നെക്സ്റ്റ് നമ്മളുടെ ടോപ്പിക്കാണ് വരുന്നത് കോർപ്പറേറ്റ് ഗവർണൻസ്. നമ്മൾ സിംപ്ലി കോർപ്പറേറ്റ് ഗവർണൻസ് എന്താണെന്ന് മനസ്സിലാക്കാനായിട്ട് ഇത്ര ചിന്തിച്ചാൽ മതി. ഇപ്പോൾ ഒരു കമ്പനിയിൽ ആ കമ്പനിയിലുള്ള എംപ്ലോയീസിനെ ഒക്കെ മൊത്തത്തിൽ കൺട്രോൾ ചെയ്യാനും ഓർഗനൈസ് ചെയ്യാനും ആ കമ്പനിയുടെ മാനേജ്മെൻ്റ് ഉണ്ട്. ഈ മാനേജ്മെൻറ്റ് നിയന്ത്രിക്കുന്ന ആരാണ്? കമ്പനിയുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സാണ് അല്ലേ. ഇനി ഈ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനെ നിയന്ത്രിക്കാൻ ആരെങ്കിലും വേണമല്ലോ. അപ്പോൾ അങ്ങനെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനെ നിയന്ത്രിക്കുന്നതാണ് എന്ത്? കോർപ്പറേറ്റ് ഗവർണൻസ്. ഓക്കെ, അപ്പോൾ മനസ്സിലായല്ലോ. അപ്പോൾ കമ്പനി ഒരു ഓർഗനൈസേഷനിൽ എംപ്ലോയീസിനെ റെഗുലേറ്റ് ചെയ്യാൻ മാനേജ് ചെയ്യാനാണ് മാനേജ്മെൻറ്റ് ഫോം ചെയ്യുന്നത്. അതിനെ കൺട്രോൾ ചെയ്യുന്നത് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സാണ്. ഇനി ഈ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനെയും കൺട്രോൾ ചെയ്യാനായിട്ട് അവരുടെ മുകളിലുള്ളതാണ് കോർപ്പറേറ്റ് ഗവർണൻസ് എന്ന് പറയുന്നത്. ഈ കോർപ്പറേറ്റ് ഗവർണൻസ് എന്ന് പറഞ്ഞാൽ അത് സെറ്റ് ഓഫ് സിസ്റ്റമാണ്. അതിൽ കുറേ പ്രിൻസിപ്പിൾസ് ഉണ്ട്, കുറേ പ്രോസസ്സ് ഉണ്ട്. അതിലൂടെയാണ് നമ്മൾ കമ്പനീനെ മൊത്തത്തിൽ ഗവേൺ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു കോർപ്പറേറ്റ് ഗവർണൻസ് ഈ ഒരു കമ്പനീനെ ഗവേൺ ചെയ്യാനായിട്ട് ഒരുപാട് ഗൈഡ് ലൈൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അവർ നമ്മുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനെ ഡയറക്റ്റ് ചെയ്യുന്നു, കൺട്രോൾ ചെയ്യുന്നു. അതിലൂടെ നമ്മുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സും ആ ഒരു കമ്പനിയുടെ ഗോൾസ് ആൻഡ് ഒബ്ജക്റ്റീവ്സും ശരിയായ രീതിയിൽ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഓക്കെ, പിന്നെ ലോങ് ടേമിൽ നമ്മളുടെ ഈ കോർപ്പറേറ്റ് ഗവർണൻസ് നമ്മുടെ സ്റ്റേക്ക് ഹോൾഡേഴ്സിനെ ഒത്തിരിയധികം സഹായിക്കുന്നതാണ്. അവരുടെ ബെനിഫിറ്റിന് വേണ്ടിയിട്ടാണ് കോർപ്പറേറ്റ് ഗവർണൻസ് നിലകൊള്ളുന്നത് തന്നെ. അപ്പം നമ്മുടെ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ കോർപ്പറേറ്റ് ഗവർണൻസ് നമ്മുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്, മാനേജ്മെൻറ്റ്, ഷെയർ ഹോൾഡേഴ്സ്, കസ്റ്റമേഴ്സ്, എംപ്ലോയീസ്, സൊസൈറ്റി എല്ലാവരെയും കൺസിഡർ ചെയ്യുന്നതാണ്. അപ്പം ശരിക്കും നമ്മളുടെ മാനേജ്മെൻറ്റ് എത്ര വിശ്വാസമായിട്ടാണ് കമ്പനിക്ക് വേണ്ടി നിലകൊള്ളുന്നത് എന്ന് എൻഷുർ ചെയ്യിക്കുന്നത് കോർപ്പറേറ്റ് ഗവർണൻസ് ആണ്. ഓക്കെ, സോ നല്ലൊരു കോർപ്പറേറ്റ് ഗവർണൻസ് ശരിക്കും വളരെ ട്രാൻസ്പെറൻ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം ഈ ഒരു കോർപ്പറേറ്റ് ഗവർണൻസ് ആണ് മാനേജേഴ്സിനെ അക്കൗണ്ടബിലിറ്റി ഫോം ചെയ്യിക്കുന്നത്. അക്കൗണ്ടബിലിറ്റി മീൻസ് ആ മാനേജേഴ്സിന് ചെയ്യേണ്ട ഓരോ കാര്യങ്ങളുടെ റെസ്പോൺസിബിലിറ്റി അവർ ഏറ്റെടുത്ത് ചെയ്യുന്ന അക്കൗണ്ടബിലിറ്റി. പിന്നെ നമ്മുടെ ഷെയർ ഹോൾഡേഴ്സിന് അവർക്ക് അവരുടെ റിട്ടേൺസ് എൻഷുർ ചെയ്യുന്നത്.
പിന്നെ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി സ്റ്റേക്ക് ഹോൾഡേഴ്സിന് വേണ്ടിയിട്ട് ചെയ്യുന്നത്. പിന്നെ ഈ പറയുന്ന രീതിയിലാണ് നമ്മുടെ കോർപ്പറേറ്റ് ഗവർണൻസ് ഫോം ചെയ്തിട്ടുള്ളത്. ഈ ലോകമെമ്പാടും കമ്പനികളിൽ ഈ പറയുന്ന കോർപ്പറേറ്റ് ഗവർണൻസ് ശരിക്കും എന്ത് ചെയ്യുക, മെയിനായിട്ടും നമ്മളുടെ കമ്പനിയുടെ ഓപ്പറേഷണൽ പെർഫോമൻസിനെ വാലുവേറ്റ് ചെയ്യുന്നതാണ് കോർപ്പറേറ്റ് ഗവർണൻസ് എന്ന് പറയുന്നത്. ശരിക്കും ഈ കോർപ്പറേറ്റ് ഗവർണൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആശയം ഉണ്ടായത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഗവർണൻസ് എന്ന് പറഞ്ഞിട്ടുള്ള കൺസെപ്റ്റ് നമ്മുടെ ബിസിനസ്സായിട്ട് അല്ലെങ്കിൽ കോർപ്പറേറ്റ് വേൾഡുമായിട്ട് ലിങ്ക് ചെയ്തപ്പോഴാണ്. അപ്പോൾ നമുക്കറിയാം ഇപ്പോഴത്തെ നമ്മളുടെ ബിസിനസ്സുകൾ അങ്ങ് എക്സ്പാൻഡ് ചെയ്ത് പോവുകയാണ് അല്ലേ, നാഷണലും ഇൻ്റർനാഷണൽ ലെവലിലേക്ക് നമ്മൾ എക്സ്പാൻഡ് ചെയ്ത് പോവുകയാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ തീർച്ചയായിട്ടും നമ്മൾ പല മൾട്ടിനാഷണൽ കമ്പനിക്ക് ആകുമ്പോൾ പല ഡിഫറെൻറ്റ് സൊസൈറ്റീസ്, പല ഡിഫറെൻറ്റ് കസ്റ്റമേഴ്സ്, ഇവരെല്ലാം നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, കവർ ചെയ്യേണ്ടതുണ്ട്. ഈവൻ നമ്മുടെ ഷെയർ ഹോൾഡേഴ്സ്, സ്റ്റേക്ക് ഹോൾഡേഴ്സും അതുപോലെ പല ഡിഫറെൻ്റ് ആയിട്ട് വരുന്നവരുണ്ട്. അപ്പം ഇവരെല്ലാം മൊത്തത്തിൽ പ്രോപ്പറായിട്ട് നമുക്ക് സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും നമ്മുടെ കോർപ്പറേറ്റ് ഗവർണൻസിൻ്റെ സഹായം വേണ്ടി വന്നിരിക്കുകയാണ്. അപ്പം ഈ ഒരു കോർപ്പറേറ്റ് ഗവർണൻസിലൂടെ നമുക്ക് വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് നമ്മളുടെ ഇപ്പോൾ ഒരു മൾട്ടിനാഷണൽ കമ്പനി ആണെങ്കിലും അതിൻ്റെ ഓണർഷിപ്പും കൺട്രോളും ഒക്കെ കൃത്യമായിട്ട് നമുക്ക് നിർവഹിക്കാനായിട്ട് പറ്റുന്നുണ്ട്. അതുമാത്രമല്ല നമ്മുടെ കമ്പനി ശരിക്കും നമ്മുടെ സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെ നീഡ്സിനെ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ കോർപ്പറേറ്റ് ഗവർണൻസ് ഉള്ളതുകൊണ്ട് മാനേജ് ചെയ്യാനും പറ്റുന്നുണ്ട്. പിന്നെ നമ്മുടെ കോർപ്പറേറ്റ് ഗവർണൻസിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മളുടെ കമ്പനീസിൽ, ഇപ്പോൾ നമ്മുടെ ഇന്ത്യയിലുള്ള കമ്പനീസിലായാലും ഒരുപാട് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് വരുമ്പോൾ നമ്മുടെ ഓവർസീസുള്ള ഇൻവെസ്റ്റേഴ്സിന് അവരുടെ റിട്ടേൺസ്, അവർ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയതിൻ്റെ റിട്ടേൺസ് അഷ്വർ ചെയ്യേണ്ടതായിട്ടുള്ള ഒരു ആവശ്യം വളരെയധികം വന്നിരിക്കുകയാണ്. അപ്പം അത് വളരെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള മാനറിൽ നമുക്ക് ചെയ്യാൻ തീർച്ചയായിട്ടും നമ്മുടെ കോർപ്പറേറ്റ് ഗവർണൻസിൻ്റെ സഹായത്തോടു കൂടിയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ കോർപ്പറേറ്റ് ഗവർണൻസിൻ്റെ റെലവൻസ് വരുന്നത്.